ചില ടൈപ്പ് തലവേദന നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം അവ അപകടകാരികളായേക്കാം. ഉദാഹരണത്തിന് വളരെ ശക്തമായ തലവേദന, ഇതുവരെ ഇല്ലാത്ത അത്രയും ശക്തമായിട്ട് വരുന്ന തലവേദന, ഇത് ചിലപ്പോൾ ഒരു ഇൻട്രാസെറിബ്രൽ ബീഡ്, എസ്പെഷ്യലി സബറിക്കുലർ ബീഡിൻ്റെ ലക്ഷണമായേക്കാം. പിന്നീട് തലവേദന കൂടി വരുന്ന തലവേദന, ഓരോ ദിവസം കഴിയുന്നവർ കൂടി വരുന്ന തലവേദന, ഇത് ചിലപ്പോൾ ട്യൂമറിൻ്റെ ലക്ഷണമായേക്കാം. ഒരു തലവേദനയോടനുബന്ധിച്ച് ഒരു ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഉദാഹരണത്തിന് ഒരു ഭാഗം തളരുക, മുഖം ഒരു വശത്തേക്ക് കൊടുക, കാഴ്ച കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ കേൾവി കുറഞ്ഞു പോവുക, ഇത്തരം ന്യൂറോളജിക്കൽ ഡെഫിസിറ്റുള്ള തലവേദന ചിലപ്പോൾ അപകടകാരിയെ അയക്കാം. ഇത്തരം തലവേദനകൾ വരുമ്പോൾ എത്രയും പെട്ടെന്നൊരു ഡോക്ടറുടെ അടുത്ത് ഒരു ഇമേജിങ്, ഒരു CT അല്ലെങ്കിൽ MRI ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ കോമൺ ആയിട്ട് വരുന്ന തലവേദനകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് മൈഗ്രെയിനാണ്. മൈഗ്രെയിൻ എന്ന് പറയുന്നത് പലപ്പോഴും തലയുടെ ഒരു ഭാഗത്ത് മാത്രം ബാധിക്കുകയും പിന്നീട് മറ്റു ഭാഗത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു തരം തലവേദനയാണ്. പക്ഷേ ഇത് പല തരത്തിലുണ്ട്. ചിലപ്പോൾ മുൻവശത്ത് മാത്രമായിട്ട് മൈഗ്രെയിൻ വരാം, ചിലപ്പോൾ പുറകുവശത്ത് മാത്രമായിട്ട് മൈഗ്രെയിൻ വരാം. ഒരു 15% ആളുകൾക്ക് ഈ മൈഗ്രെയിന് മുമ്പേ തന്നെ ഒരു ഓറ വരും, വിഷ്വലായിട്ടുള്ള ഒരു ഓറ. ഉദാഹരണത്തിന് കണ്ണിന് മുന്നിൽ ചെറിയ ഡെക്കറേഷൻ ബൾബ് മാതിരിയുള്ള കാണുക, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് ചെറിയ വസ്തുക്കൾ വീഴുന്നത് പോലെ എന്നുള്ള വിഷ്വലായിട്ടുള്ള സിംറ്റംസ്, അത് കഴിഞ്ഞ് തലവേദന വരിക, അത് ഓറ എന്ന് പറയും. പിന്നീട് പലപ്പോഴും പല രോഗികളിലും മൈഗ്രെയിൻ പ്രസിപ്പിറ്റ് ചെയ്യുന്ന ചില ഇവൻറ്റ്സുണ്ട്. ഉദാഹരണത്തിന് ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് മൈഗ്രെയിൻ വരും, ചിലർക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരും, ചിലർക്ക് പല പർട്ടിക്കുലർ ഫുഡ്, ഉദാഹരണത്തിന് ചോക്ലേറ്റ്, ഐസ്ക്രീം, ബിരിയാണി, ഇതൊക്കെ കഴിക്കുമ്പോൾ തലവേദന വരുന്ന ആളുകളുണ്ട്. അത്തരം ഒരു ട്രിഗർ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ആ ട്രിഗർ ഒഴിവാക്കുകയാണെങ്കിൽ ഈ തലവേദന ഒരു പരിധിവരെ തടയാൻ പറ്റും. പക്ഷേ 4-ലധികം മൈഗ്രെയിൻ ഒരു മാസം വരുന്നവർക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മരുന്നുകളായിരിക്കും ഏറ്റവും അഭികാമ്യം. അത് പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. പ്രധാനമായും ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ട്, ടോപ്പിരമേറ്റ്, അതുപോലെ തന്നെ വാൽപ്പറേറ്റ്, അങ്ങനെ പലതരം മരുന്നുകളും കൊണ്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്തും ഇൻ കേസ് അക്യൂട്ട് അറ്റാക്ക് വരികയാണെങ്കിൽ ആ സമയത്ത് കഴിക്കാൻ ചില ഗുളികകൾ. കോമൺ ആയിട്ട് രോഗികൾ നടത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഈ തലവേദന വന്നാൽ കഴിക്കുന്ന ഗുളിക തന്നെ എല്ലാ തവണയും എടുത്ത് കഴിക്കുകയും ഇതിൻ്റെ ഫലമായി ഒരു ട്രാൻസ്ഫോം മൈഗ്രെയിൻ എന്ന അവസ്ഥയിലേക്ക് മൈഗ്രെയിൻ മാറുകയും ചെയ്യാറുണ്ട്. ഈ ട്രാൻസ്ഫോം മൈഗ്രെയിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തലവേദന വളരെ ഇൻട്രാക്റ്റബിൾ ആയിരിക്കും, സിവിയർ ആയിരിക്കും, എല്ലാ ദിവസവും വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ വേദനാസംഹാരികൾ മാത്രം ഉപയോഗിച്ച് മൈഗ്രെയിൻ ചികിത്സിക്കുന്നത് വളരെയധികം അപകടകരമാണ് എന്ന് എല്ലാ രോഗികളും അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ കൂടുതലായിട്ട് വരുന്നത് ടെൻഷൻ വാസ്കുലർ ഹെഡേക്ക് എന്ന അവസ്ഥയാണ്. ഇത് തലയോട്ടിക്ക് ചുറ്റുമുള്ള മസിലുകൾ എക്സസീവായിട്ട് കൺട്രാക്റ്റ് വരുന്ന അവസ്ഥയാണ് ടെൻഷൻ വാസ്കുലർ ഹെഡേക്ക്. ഇത്തരം അവസ്ഥ പലപ്പോഴും മരുന്നുകൾ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. പിന്നീട് ഇത് പ്രൈമറി ഹെഡേക്ക്, വളരെ അപൂർവമായിട്ട് വരുന്ന മറ്റൊരു പ്രൈമറി ഹെഡേക്കാണ് ക്ലസ്റ്റർ ഹെഡേക്ക്. ഇത് കണ്ണിൻ്റെ പിറകിലായിട്ട് വരികയും പലപ്പോഴും രോഗിയെ ഉറക്കിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള സിവിയർ ആയിട്ടുള്ള വേദനയായിരിക്കും. അത് 15 മുതൽ 45 വരെ മിനിറ്റ് ലാസ്റ്റ് ചെയ്യുകയും മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും ജലമൊഴുകുകയും, ഇത്തരം ഹെഡേക്കിനെ മരുന്നുകൾ കൊണ്ട് വളരെ ഫലപ്രദമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ക്ലസ്റ്ററായിട്ട് വരുന്നതാണ്. ഉദാഹരണത്തിന് ഈ വർഷം മെയിലാണ് വരുന്നതെങ്കിൽ അടുത്ത വർഷം മെയിൽ തന്നെ കുറേ അറ്റാക്കുകൾ തുടർച്ചയായിട്ട് വരും. അതാണ് ക്ലസ്റ്റർ ഹെഡേക്ക്. ഇതൊക്കെ പ്രൈമറി ഹെഡേക്കുകൾ എന്ന് പറയും. ഇനി സെക്കൻഡറി ഹെഡേക്കുകളുണ്ട്. പലപ്പോഴും മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ കാരണപരമായിട്ട് മൈഗ്രെയിൻ തലവേദന വരുന്നത്. അത് ഉദാഹരണമാണ് ബ്രെയിൻ ട്യൂമറിന് സെക്കൻഡറി ആയിട്ട്, തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്നതിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ ചെവിയിൽ ഉള്ള ഇൻഫെക്ഷൻ കൊണ്ട്, അല്ലെങ്കിൽ സൈനസിലുള്ള ഇൻഫെക്ഷൻ കൊണ്ട്, അല്ലെങ്കിൽ പല്ലിലുള്ള ഇൻഫെക്ഷൻ കൊണ്ട്, ഇതൊക്കെ സെക്കൻഡറി ഹെഡേക്ക്, അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസിൻ്റെ സെക്കൻഡറി ആയിട്ട്. ഇത്തരം ഹെഡേക്കുകൾ നമ്മൾ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് എന്താണോ കാരണം അത് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്ത് ചികിത്സിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം തലവേദനകളെ പൂർണ്ണമായും തന്നെ ഒഴിവാക്കാൻ സാധിക്കൂ. നന്ദി, നമസ്കാരം.